ഗൈസ്, ഞാൻ അർമാൻഡോ സാദിഖുവിൻ്റെ ഒരു ലൂപ്പിൽ പെട്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ 4 വീഡിയോസിൽ 3 വീഡിയോസിലും അർമാൻഡോ സാദിഖുവിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇതായിപ്പോൾ 5-ാമത്തെ വീഡിയോയിൽ 4-ാമത്തെ പ്രാവശ്യവും അർമാൻഡോ സാദിഖുവിനെ പറ്റി സംസാരിക്കേണ്ടി വരുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളൊരു യൂട്യൂബിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അങ്ങനെ സാഹചര്യം വന്നാൽ പോലും ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമായി പോകുന്നു എന്നുള്ളതാണ്. ആദ്യം അർമാൻഡോ സാദിഖുമായി ബന്ധപ്പെട്ട് സംസാരിച്ചൊരു കാര്യം ഇപ്പോൾ മാർക്കസ് പറഞ്ഞ കാര്യം, പിന്നീട് അത് അർമാൻഡോ സാദിഖുവാണ് KBFC ആ ഒരു ടോക്ക് നടത്തുന്ന ഒരു താരം എന്ന നിലയിലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത്. പിന്നീട് പഞ്ചാബ് FC ആണ് ആ ഒരു ടോക്ക് ഉണ്ടായിരുന്ന മറ്റൊരു ക്ലബ്ബ്. അപ്പോൾ അവർ ലൂക്ക മേച്ചൻ എന്ന് പറയുന്ന താരത്തെ തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അത് നടക്കാനുള്ള സാധ്യത കുറവാണ്, അങ്ങനെയുള്ളതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അത് KBFC കൊളാപ്സ് ആയി എന്നുള്ളത് സംസാരിച്ചിരുന്നു. ഇപ്പം FC ഗോവയുമായിട്ട് അർമാൻഡോ സാദിഖ് ഒരു ഡീലിലെത്തി എന്നുള്ള കാര്യമൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വരുന്നത്. അത് ടൈംസ് ഓഫ് ഇന്ത്യ മാർക്കസ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ടേംസിലെത്തി, ഇപ്പോഴും പേപ്പർ വർക്ക്സ് കാര്യങ്ങളും നടന്നില്ല, പക്ഷേ അതൊരു 24 to 48 hours നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അർമാൻഡോ സാദിഖുവിനെ പറ്റി ഞാൻ ഇനിയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ഓൾറെഡി കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് പറഞ്ഞതും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു അൽബേനിയൻ സ്ട്രൈക്കർ ആയിട്ടുള്ളൊരു താരമാണ്. അപ്പം ഇദ്ദേഹവുമായിട്ട് KBFC കോച്ചായിട്ടുള്ള മിഖായൽ സ്റ്റാറെ ഒരു വീഡിയോ കോൾ സംഭാഷണം വരെയൊക്കെ നടത്തിയതാണ്. പക്ഷേ പിന്നീടാണ് അതൊരു കൊളാപ്സായി പോകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നതും പിന്നീട് ഈ പറഞ്ഞ മനോലോ മാർക്കസ് ഫാക്ടറാണ് അദ്ദേഹത്തെ FC ഗോവയിലേക്ക് അടുപ്പിച്ചതും എന്നുള്ളതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്സൊക്കെ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ FC ഗോവ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർ ഇക്കോ ഗൊറക്സേനെ എത്തിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു ഫോർവേഡിലേക്കൊക്കെ പോകും. സാധാരണഗതിയിൽ ഗോവ ചെയ്യാത്തതും അല്ലെങ്കിൽ മനോലയുടെ ആ രീതി അങ്ങനെയല്ല, ഒരു ടോപ്പായിട്ടുള്ളൊരു സ്ട്രൈക്കർ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതിപ്പം 2 മുന്നേറ്റ താരങ്ങൾ, നല്ല പ്രൊഫൈലുള്ള ഗോളടിക്കാൻ മികവുള്ള താരങ്ങളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗോവയുടെ ചരിത്രം പരിശോധിച്ചാൽ കോറോയ്ക്കും അങ്കുളയ്ക്കും ശേഷം അങ്ങനത്തെ ഒരു സ്കോറിംഗ് പ്ലേയേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം അത് അവർക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം റിസ്ക് എടുക്കാണ്ട് തന്നെ മുന്നേറ്റത്തിൽ 2 കിടിലൻ താരങ്ങളെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം സാദിഖുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, 2 അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം എന്നാൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 8 ഗോളുകൾ ISL സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഗെയിം ടൈം കുറവായിരുന്നു. പിന്നെ അദ്ദേഹം അങ്ങൊരു ടോപ്പ് ലെവലിൽ കിട്ടിയ സമയത്ത് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സംശയങ്ങളുണ്ട്. ഇപ്പം ഈസി ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അദ്ദേഹം കിടിലൻ ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു ഫാക്ടറാണ്. അതായത് ടഫായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഗോൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു തരത്തിലും അങ്ങനെ വിലയിരുത്താൻ ഒറ്റ സീസൺ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇനി ട്വിസ്റ്റുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം FC ഗോവയിൽ കളിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് രാവിലെ ആണെങ്കിലും ഞാൻ ഓൾറെഡി രാത്രി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പം ട്വിസ്റ്റുകളൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ.